കാണാൻ വയ്യ എൻ്റെ മോനെ. എൻ്റെ മോൻ്റെ അവസ്ഥ കഴിയുന്നില്ല കാണാൻ. അതൊക്കെയാണ് അവസ്ഥ. കൂടെ നിൽക്കണം, സഹായിക്കണം. ഇവന്റെ മൂത്തതാ. ഇത് 17 വയസ്സായിട്ടുള്ള അവന്. അപ്പൊ അവനെ ഇത്രയും പെട്ടെന്ന് റിക്കവറാക്കി കൊണ്ടുവരാൻ അർഹല്ല മുന്നില്. എല്ലാരും സഹായിക്കണം. മോനൊരു വണ്ടി വന്നിട്ട് ബൈക്ക് വന്ന് ഇടിച്ചതാ. ഹോസ്റ്റലിലാണ് കിടക്കുന്നത്. അവസ്ഥ ഒരു ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. നമ്മളാച്ചെങ്കിൽ വീടുമില്ല, വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. ഉള്ളതൊക്കെ വിറ്റി പറക്കി 22 ലക്ഷത്തിന് മേലെ ഇപ്പോൾ ചിലവായി. അതിന് മുന്നേ തൃശ്ശൂർ ദയയിലായിരുന്നു. ദയെന്നൊരു ഓപ്പറേഷൻ കഴിഞ്ഞു, അത് സക്സസ് ആയില്ല. എന്നിട്ട് അവർ തന്നെ ഇങ്ങോട്ട് മാറ്റി. ദയയിൽ തന്നെ ഒരു 6 ലക്ഷം റുപ്യ അവിടെയും ചിലവാക്കി. ഇവിടെ വന്ന് 2 ദിവസം മുന്നേ വരെ ബില്ല് തന്ന 22,50,000 റുപ്യ. ഇനി മുന്നോട്ട് എങ്ങനെ ഒരു മാർഗമില്ല. സഹായിക്കണം എല്ലാവരും. അതാണ് അവസ്ഥ. മോനെ റിക്കവറാക്കി തിരിച്ചു കിട്ടണം. അങ്ങനത്തെ അവസ്ഥയിലാണ് പോണം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, വളരെ എമർജൻസി ആയിട്ടുള്ളൊരു സഹായമാണ്, സാമ്പത്തിക സഹായമാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട മുഹമ്മദ് റിഹാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പോൾ തന്നെ കഴിയുമെങ്കിൽ അയച്ചു കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. കഴിഞ്ഞ മെയ് 13-ാം തീയതി തൊഴിയൂർ വെച്ച് നടന്ന ആക്സിഡന്റിൽ ബൈക്ക് വന്നിരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായ പരിക്കുകളുടെ മുഖത്തെല്ലുകളൊക്കെ പൊട്ടിയ അവസ്ഥയിൽ ആദ്യം അഡ്മിറ്റ് ആക്കുന്നത് തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലാണ്. അവിടെ നീണ്ട നാളത്തെ ചികിത്സയ്ക്ക് ശേഷം സ്ഥിതി വഷളായതിനെ തുടർന്നാണ് ഇപ്പോൾ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിലേക്ക് മോനെ മാറ്റിയിട്ടുള്ളത്. കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ICUവിൽ കഴിയുകയാണ്. ഇനിയും ഏകദേശം മാസങ്ങൾ നീളുന്ന ചികിത്സ നൽകിയാൽ മാത്രമേ ഈ മോനെ നമുക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരാൻ കഴിയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ മുഖത്തെ എല്ലുകളെല്ലാം തകർന്നു പോയി, തലക്കും ഗുരുതരമായ പരിക്കുകളോടെ തലച്ചോറിലൊക്കെ ഇന്ത്യയിൽ ബ്ലീഡിങ് ആയിട്ട് തലയോട്ടി ഒരു സൈഡ് എടുത്ത് പുതിയൊരു ഭാഗം എടുത്ത് മാറ്റിയ രീതിയിലാണ് ആ മോന് ഇപ്പോൾ ICUവിൽ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഉപ്പാടെയും ഉമ്മാടെയും ഈ ചെറിയ കുഞ്ഞരിജിന്റെ ഒക്കെ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടതാണ്. നമ്മളൊരു നിമിഷം ചിന്തിക്കണം, ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ വിറ്റുപറിക്കുകയും സ്വർണ്ണമൊക്കെ വിറ്റുപറിക്കുകയും കടം വാങ്ങിയിട്ടൊക്കെയാണ് 22 ലക്ഷത്തോളം രൂപ ഇപ്പൊ ഹോസ്പിറ്റലിൽ ബില്ലടക്കാനുള്ളതിൽ 17 ലക്ഷം രൂപ കുടുംബം അടച്ചിട്ടുള്ളത്. ഇനിയും നീണ്ട നാളത്തെ ചികിത്സക്കും ഫിസിയോതെറാപ്പിക്കും തലയോട്ടി തിരിച്ചു വെക്കുന്ന സർജറിക്കൊക്കെ കൂടി ഏകദേശം കുറഞ്ഞത് 40 ലക്ഷം രൂപയെങ്കിലും കണ്ടെത്തിയാൽ മാത്രമേ റിഹാൻ മോനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. SSLC പരീക്ഷ മികച്ച വിജയം നേടി +1 അഡ്മിഷനൊക്കെ ശരിയാക്കുന്നതിനിടയിലാണ് മോന് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. പാപ്പാടെയും ഉമ്മാടെയും ഈ കുഞ്ഞനുജന്റെ ഒക്കെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇതുപോലൊക്കെ ഈ കുടുംബം അനുഭവിക്കുന്ന ഒരു വിഷമങ്ങൾ നമ്മളൊരു നിമിഷം ചിന്തിക്കണം. കാരണം 40 ലക്ഷം രൂപ എന്ന് പറയുന്ന കുടുംബത്തിന് സ്വപ്നം കാണുന്നതിന്റെ ഒക്കെ അപ്പുറത്തുള്ള തുകയാണ് കണ്ടെത്തേണ്ടത്. നിരാലംബരാണ്, സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലാത്തൊരു കുടുംബം. സഹായിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. എല്ലാവരും സഹായിക്കുക, ദുആ ചെയ്യുക. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ തൊഴിയൂര് കോട്ടപ്പടി പിള്ളക്കാടാണ് റഫീഖും കുടുംബവും താമസിക്കുന്നത്. ഇവരുടെ 2ാമത്തെ മകനാണ് മുഹമ്മദ് റിഹാൻ. പ്രിയമുള്ളവരെ, ആ നാടും നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ മോന്റെ ജീവൻ രക്ഷിക്കാനുള്ള വലിയ പരിശ്രമങ്ങളിലാണ്. ഈ വീഡിയോ കാണുന്ന നമ്മൾ ഓരോരുത്തരും ആ മോന് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് അത് എത്ര ചെറിയ തുകയാണെങ്കിലും ഇവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കൂടി ഉണ്ടാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു കുടുംബത്തെ പരമാവധി ചേർത്ത് പിടിക്കുകയും ആ പ്രിയപ്പെട്ട പൊന്നുമോനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട
കാര്യങ്ങളിൽ നമ്മളൊക്കെ ഇടപെടുകയും ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങളുടെ മുമ്പിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി സഹായം ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറകളെയും അള്ളാഹു എല്ലാവിധ മാറാരോഗങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹായിക്കണം. നിങ്ങളൊക്കെ അള്ളാഹു സഹായിക്കാൻ തൗഫീഖ് നൽകുന്ന ആളുകൾ അവരൊക്കെ ഇതിനോട് ചേർന്ന് നിൽക്കണം. അള്ളാഹു അങ്ങനെ തൗഫീഖ് നൽകിയ ആളുകൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ഏറ്റെടുക്കുകയും അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 2ാം വാർഡിലെ കൗൺസിലറാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ മാത്രമേ ഈ ചെറുപ്പക്കാരന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുകയുള്ളൂ. ഞങ്ങളെല്ലാവരും ഒരുപാട് വിഷമത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കണമെന്ന് മാത്രം പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെന്റിലേറ്ററിൽ കഴിയുന്ന അമ്മോൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി മഹല്ല് കമ്മിറ്റിയും പൊതുജനങ്ങളെല്ലാവരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് ആ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ഈ പൊന്നുമോൻ്റെ കാര്യങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ഉസ്താദ് പറഞ്ഞ പോലെ വലിയൊരു വിജയമാക്കി ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ ഭംഗിയാക്കി അവസാനിപ്പിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.